നമസ്കാരം. സ്നേഹമുള്ളവരെ, സൂഫിസത്തിൽ നാം ഒരു കഥ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഒരു സൂഫി അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെ അവരുടെ അരികിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറുന്നു, അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എങ്ങനെ കറാമത്തുകളാകുന്നു, അതുപോലെ പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവരോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ പൊതുവെ പലർക്കും അറിയില്ല. അവരെ സമീപിച്ചവർക്കല്ലാതെ കേട്ടറിവുള്ള ആർക്കും അത്തരം കഥകളെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളത് നമ്മൾ പല മുസ്ലിയാക്കന്മാരും വഅദ് പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യൂട്യൂബിലൂടെ വഅദ് പറയുന്ന ഓരോ മഹാന്മാരുടെ കറാമത്തുകൾ പറഞ്ഞു സംസാരിക്കുന്ന ഈ പണ്ഡിതന്മാർ ആരും ഈ പറയുന്ന മഹാന്മാരെ കണ്ടിട്ടില്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കണ്ടവർക്ക് കണ്ടവരുടെ സംസാരവും കാണാത്തവരുടെ സംസാരവും കേൾക്കുമ്പോൾ തന്നെ അത് കണ്ടവനിക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷേ കാണാത്തവർക്ക് കൺഫ്യൂഷനാവുകയും ചെയ്യും. അപ്പോൾ കണ്ട ആളുകളുടെ സംസാരം, കാണാത്ത ആളുകളുടെ സംസാരം, കണ്ട ആളുകളുടെ സംസാരത്തിൽ വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാവില്ല. അവരനുഭവിച്ച ലഘൂകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സംഭാഷണങ്ങളാണ് പൊതുവെ ഉണ്ടാകാറുള്ളൂ. അല്ലാത്തവർ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള ഇവരുടെ കൂടി സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വലിയൊരു സംഭവമാക്കി സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അന്തം വിട്ടുപോകുന്ന നമ്മുടെ സാധാരണ ജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരന്തം വിട്ടിരിക്കുകയാണെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ സൂഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂഫിയും കുപ്പിയും തകിടും അതുപോലെ തന്നെ മന്ദിരിച്ചൂതലും നൂലുകെട്ടലും പരിപാടിയൊന്നും സൂഫികൾക്കില്ല. അതാദ്യം തിരിച്ചറിയണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഭാഷണങ്ങൾ, അവർ ആത്മീയമായ വിഷയങ്ങൾ സംസാരിക്കുന്നതിനോട് താല്പര്യമുള്ളവരായിരിക്കും. രണ്ട്, അത്തരം എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ വന്നാൽ വാക്കുകൾ കൊണ്ട് ഒരു പരിധിവരെ അവർ ശരിയാക്കും. അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ എന്താണോ അവർക്ക് തോന്നുന്നത് അതായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും. അതൊന്നും അവർ പ്ലാൻ ചെയ്തു വെച്ചതല്ല, ആ സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്നതാണെന്നും കൂടി മനസ്സിലാകണം. ഇവിടെ ചില ആളുകൾ സൂഫികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സൂഫികളൊക്കെ നേരത്തെ തന്നെ TV കാണുന്നത് പോലെ അവരെല്ലാം കാണുന്നു. അതായത് TV ചാനലിൽ നമ്മൾ സിനിമയൊക്കെ കാണുന്ന പോലെ അവർക്ക് ഈ ലോകം മൊത്തം കാണാം എന്നൊക്കെയാണ് ഇവർ വർണ്ണിച്ച് പറയുന്നത്. അങ്ങനെയല്ല. ഒരു കണ്ണില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് ഒരു സംഭവത്തെ കാണുന്നത്? പക്ഷെ അവർക്കെല്ലാം കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ കേൾക്കലാണ് ഇവിടുത്തെ വിഷയം, കാണലല്ല. കേൾക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് വരുന്ന മെസ്സേജുകൾ. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെന്ന് പറയാൻ കാരണമായത്. എല്ലാവരെയും പ്രവാചകൻ എന്ന് വിളിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പിന്നീടുണ്ടായ സഹാബത്തുക്കളിലൂടെ കടന്നു വന്ന, അപ്പോൾ സഹാബത്തുക്കൾ എന്നാണ് പിന്നെയുള്ളവരെ പറഞ്ഞിട്ടുള്ളത്, ശിഷ്യഗണങ്ങളിലൂടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മാഗ്നറ്റിൽ ആ മാഗ്നറ്റിന് ഒരു ഇരുമ്പിനെ പിടിക്കാനുള്ള കഴിവുണ്ട്. ആ ഇരുമ്പ് മാഗ്നറ്റിലൊന്ന് ഉരസിയിട്ട് വേറൊരു ഇരുമ്പിൽ കാണിച്ചാൽ അതും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മാഗ്നറ്റായിട്ടില്ല, മറിച്ച് അതിൻ്റെ ഒരു അംശം എന്നതുപോലെ ഒരംശം ആ ശിഷ്യഗണങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിയായിട്ട് കടന്നു വന്ന ഒരുപാട് മഹാരഥന്മാരെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും.
അവരുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്തമായ കഥകൾ, ചരിത്രങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇവരുടെ എല്ലാം ജീവിത ചരിത്രം എഴുതിയത് ഇവരല്ല, മറിച്ച് ഇവരെക്കുറിച്ച് മറ്റുള്ളവരാണ് എഴുതിയിരിക്കുന്നത്. എഴുതുമ്പോൾ, ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് ഒരു താളവും ഒരു കാവ്യാത്മകവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൊലിപ്പിച്ച് എഴുതുന്ന ഒരവസ്ഥ, ചില വിഷയങ്ങളൊക്കെ പൊലിപ്പിച്ച് എഴുതുന്നതിൻ്റെയൊക്കെ കുഴപ്പങ്ങളും ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ആമുഖമായി പറഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ സൂഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സൂഫി എന്ന് പറയുന്നത്. അവരുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ ദൈവവചനങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണവർ. മറിച്ച് അവരുടെ അരികിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ആ സമയത്ത് എന്താണോ അവർക്ക് തോന്നുന്നത് അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എന്നും മനസ്സിലാക്കുക. അപ്പം അത്തരം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കഥകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ രസകരമായ മറ്റൊരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ പൊതുവെ കേൾക്കുന്ന ഒരു വാക്കാണ് കൂടോത്രം. കൂടോത്രം എന്നുള്ള വാക്ക് പൊതുവെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഓരോ ആളുകളും ഈ കൂടോത്ര പരിപാടികൾ ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ ഞങ്ങളുടെ അറബിയിൽ സിഹർ ചെയ്യുക എന്ന് പറയും. സിഹർ ചെയ്യുക, ഒരാളുടെ വിഷയം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ എന്തെങ്കിലും കുത്തിക്കുറിച്ച് മറ്റേ ആൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വരാവുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്ന പണികളെയാണ് സിഹറെന്നും കൂടോത്രം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് നിയമപരമായിട്ട് യാതൊരു സ്വാധീനവശങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത്തരം ആളുകൾ അതൊരു ബിസിനസ്സാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ സൂഫികളെ മറം പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവർ മടവൂരിൻ്റെ ആളായിരുന്നു, മറ്റതിൻ്റെ ആളായിരുന്നു, മറിച്ചതിൻ്റെ ആളായിരുന്നു, മടവൂർ മേത്ത് കയറി, പള്ളിപ്പടി മേത്ത് കയറി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഏർവാടി മേത്ത് കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഭീമ പള്ളിയിലെ എന്താ പറയുക, മാഹിൻ അബൂബക്കറൊക്കെ മേത്ത് കൂടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മേത്ത് കൂടുന്നത് പിശാചാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മേത്ത് കൂടാൻ വന്നവരല്ല. അത് മുഹബത്തിൻ്റെ ഭാഗമാണ്. മുഹബത്തിലൂടെ രണ്ടുപേര് തമ്മിലുള്ള ആത്മാർത്ഥമായ മുഹബത്ത്, ആ മുഹബത്തിലൂടെ കിട്ടുന്ന സമ്മാനം, ആ സമ്മാനം തൻ്റെ അടുക്കൽ വരുന്ന വിശ്വാസിക്ക് പകർന്നു കൊടുക്കൽ ആണ് ഒരു സൂഫിയുടെ ജോലി. അപ്പോൾ അതിന് പല തരത്തിലും പലരും വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും പ്രതിവിധികളൊക്കെ ഉണ്ടാകുന്നത്. എന്താണോ അപ്പം തോന്നുന്നത് അതാണ് പ്രതിവിധി. ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു, അയാളെ ആര് കൊന്നു എന്നറിയില്ല. അപ്പോൾ ഇന്ന ഇനത്തിൽപ്പെട്ട ഒരു പശുവിനെ പിടിച്ച് അതിനെ അറുത്ത് അതിൻ്റെ വാല് മുറിച്ചെടുത്തിട്ട് ആ വാല് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മരിച്ച ആൾ എഴുന്നേറ്റ് പറയും എന്നൊക്കെ ഖുർആനിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ സന്ദർഭോചിതമായിക്കൊണ്ടിട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് പലതരത്തിലുള്ള രീതിയിലായിരിക്കും അവരുടെ ഇടപെടലുകളൊക്കെ. അതൊന്നും മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നല്ലോ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് തലവേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുളിക ഓൾറെഡി റെഡിയാണ്. പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുളിക റെഡിയാണ്. അതിനെല്ലാം സംവിധാനങ്ങളുണ്ട്. പ്രഷർ നോക്കാൻ, ഷുഗർ നോക്കാൻ, എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരം കൊടുക്കലല്ല സൂഫികളുടെ ജോലി, മറിച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കലാണ്. ചില ശാരീരിക രോഗങ്ങൾ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ മാനസികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന കേടുകൾ ഒരു പക്ഷേ ഡോക്ടർമാർ ചികിത്സിച്ചാൽ ഭേദമായെന്ന് വരില്ല. അത്തരം കേസുകളൊക്കെ ധാരാളം അനുഭവസ്ഥർക്കും അറിയാം, എനിക്കും അറിയാം. അത്തരം ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എല്ലാവർക്കും അത് കഴിയുന്നതല്ല. ഒരു വിഭാഗം നിരീശ്വരവും മറ്റൊരു വിഭാഗം വിശ്വാസവുമായി കൊണ്ടിട്ടാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായിട്ടും, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എന്താ പറയുക,
കുഫറും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് പേരിട്ടുകൊണ്ട് അവരതിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയായാലും ഇക്കാലഘട്ടത്തിൽ അത്തരം സൂഫികളെ കണ്ടെത്താൻ വലിയ പാടാണ്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ അപൂർവം ആളുകളാണ്. ഞാൻ പറയാറുണ്ട്, കടൽക്കരയിലെ ഞണ്ടും കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഇക്കാലത്തെ സൂഫികൾ. അവരെ കാണില്ല. കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ മാളത്തിൽ വിളിക്കും. പേടിയാണ്. എന്താ കാര്യം? അല്ലാജെ കൊല്ലുന്ന ആളെന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ച് കാക്കും ഞാനെന്നോവർ എന്ന് പറഞ്ഞതുപോലെ മൊയ്തീൻ ഷെയ്ഖാണ് പറയുന്നത്, ഹല്ലാജ് ബിൻ മൻസൂർ ജീവിച്ചിരുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ അവരെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു, അവർ അള്ളാഹുവിൻ്റെ വലിയായിരുന്നു എന്ന് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്കാണ് മനസ്സിലായത്. അക്കാലത്തെ പണ്ഡിതന്മാർക്ക് ആർക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? അദ്ദേഹം മരിച്ച ഒരു വസ്തുവിനെ ജീവിപ്പിച്ചു. മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ ജീവിപ്പിച്ചു. കുംബി ഇതിനല്ലാ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റില്ല, കുംബി ഇതിനി എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ കഴിവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത് ഒരു സുഹൃത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം ഒരു ജഗ് എടുത്തുകൊണ്ട് അതിലെ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, ഇതാണ് യഹോവ. പിന്നെ ഒരു ഗ്ലാസ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഒരു ഗ്ലാസ്, ഇതിലൊന്നുമില്ല. ഇതിലേക്ക് ഈ വെള്ളം പകർന്നു കഴിഞ്ഞാൽ, ഈ ശരീരത്തിലേക്ക് വെള്ളം പകർന്നു കഴിഞ്ഞാൽ യഹോവയിലെ വെള്ളമാണ് ഇതിലേക്ക് പകരുന്നത്. അപ്പോൾ എന്തായി? ഇതും ദൈവമായി എന്ന് പറഞ്ഞുള്ള ഒരു ഉദാഹരണം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ രണ്ടും ദൈവമായി എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതല്ല പറയുന്നത്. രണ്ടും ദൈവമായി എന്നല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ദൂതനായി എന്നാണ് നമ്മൾ പറയുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ, ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. ഒരാൾക്കൊരു വാപ്പയല്ലേ ഉള്ളൂ, ഒരു ഉമ്മയല്ല. അതിനല്ലേ ഒരു രസം. എനിക്ക് 10 വാപ്പയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ 2 ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം തന്നെ നമ്മളൊക്കെ പിഴച്ച പോലെയായി. അപ്പോൾ ഒരു ദൈവമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ശരിയാവുള്ളൂ. നമുക്കൊരു വാപ്പയുണ്ടെന്ന് പറഞ്ഞാലാണ് രസം, 2 വാപ്പയുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമാവും. അപ്പോൾ എന്നതുപോലെ അങ്ങനെയാണ് എല്ലാം സംവിധാനിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകളൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു രസകരമായ സംഭവമാണ്. അതായത് ഒരു കുടുംബം, ആ കുടുംബത്തിലെ 2 പെൺമക്കളാണ്. ആ കുടുംബത്തിൽ മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചു. വളരെ സന്തോഷകരമായ ജീവിതം. അങ്ങനെ ആ പെൺകുട്ടി ഗർഭിണിയായി. അങ്ങനെ ആ ഗർഭിണിയായ പെൺകുട്ടിയെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസായി മാറി. എന്തിനു പറയുന്നു? പ്രസവത്തോടുകൂടി ആ സ്ത്രീ മരിക്കുന്നു, കുട്ടിയെ കിട്ടുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അവർക്ക്. വല്ലാത്ത സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ കഴിഞ്ഞു വന്ന ആ കുടുംബത്തിലേക്ക് പെട്ടെന്ന് വന്നൊരു ദുരന്തം. പിന്നീട് ആ കുട്ടിയെ നോക്കുന്ന ചുമതല അനിയത്തിയുടെ കയ്യിലായി. അനിയത്തി ആ കുട്ടിയെ സംരക്ഷിക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി, അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഈ അനിയത്തിക്ക് മറ്റൊരു പയ്യനുമായിട്ട് ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് പുറത്തു പറയാതെ, കുടുംബത്തിൽ പറയാതെ അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് വീട്ടുകാർ ഒരു ആലോചന വെച്ചു. മൂത്തവൾ ഏതായാലും മരിച്ചു, കൊച്ചിനെ നോക്കാൻ എന്തായാലും ഒരാൾ വേണം, അവനിക്കൊരു പെണ്ണും വേണ്ടേ, അതുകൊണ്ട് അനിയത്തിയെ അവനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടുകാരുടെ ആ സംസാരം അവളിലേക്ക് വന്നപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെ തൻ്റെ ഭർത്താവായി കാണുക എന്ന് പറയുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് അവൾ സ്നേഹിക്കുന്ന ഒരു പയ്യനുമുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കാര്യത്തിൽ നിന്ന് അവൾക്ക് മനസ്സ് മാറ്റാൻ കഴിയുന്നുമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായി. അവസാനം പല ആൾക്കാരുടെയും പല രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ട് ഒടുവിൽ അവൾ ഈ പറയുന്ന ആളെ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തിനു പറയുന്നു? വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വന്ന ചെക്കൻ്റെ മുന്നിൽ അവളുടെ സംഭാഷണങ്ങൾ അയാളെ ഭയപ്പെടുത്തി. ജ്യേഷ്ഠത്തിയുടെ വോയിസിൽ അനിയത്തി സംസാരിക്കുന്നു. അയാളാകെ അമ്പരന്നു. അയാളുടെ ചലനശേഷി നഷ്ടപ്പെട്ട പോലെ പെട്ടെന്ന് അവളുടെ രൂപമാറ്റവും സംസാരശൈലിയും ഒക്കെ കൂടി കണ്ടപ്പോൾ അയാൾ ആകെ ഭയന്ന് വിറച്ച് വീട്ടുകാരോട് കാര്യം പറഞ്ഞു.
വീട്ടുകാരുമാകെ അതിശയത്തിലായി. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ദേ അവളെപ്പോലെ തന്നെ അവളുടെ വോയിസിൽ തന്നെ സംസാരിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു ഇറിറ്റേഷനിലായി. എന്തിനു പറയുന്നു? അയാൾ അവിടെ നിന്ന് മാറുമ്പോൾ അവൾ നോർമൽ, അയാൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പം. ഇതിങ്ങനെ തുടരാൻ തുടങ്ങി. അവസാനം വല്ലാത്തൊരു സിറ്റുവേഷനിലായി കഴിഞ്ഞപ്പോൾ അവരൊരാളെ സമീപിച്ചു. ആ സമീപിച്ച ആൾ ഒരു അസ്മായിൻ്റെ ആളായിരുന്നു. അങ്ങനെ അയാൾ അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. 3 പോത്തിൻ്റെ തല വേണം, 3 പോത്തിൻ്റെ തല കൊണ്ടൊന്ന് കൊടുക്കണം. ഈ പാവം മനുഷ്യൻ ഈ പോത്തിൻ്റെ തലയും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ ഒരു സുഹൃത്തിലൂടെ, ബന്ധുവായ ഒരു വ്യക്തിയിലൂടെ അദ്ദേഹം ഈ സൂഫി വര്യൻ്റെ അരികിൽ ചെല്ലുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ എല്ലാം കേട്ടതിന് ശേഷം ആ പെൺകുട്ടിയെ കാണാൻ ആ വീട്ടിലേക്ക് ചെന്നു. ആ പെൺകുട്ടിയെ കണ്ട് ബോധ്യപ്പെട്ടു. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠത്തിയെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠത്തിയെ ഓർക്കാനുള്ള ഒരു സാധനവും ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. എന്ത് കണ്ടാലാണോ ജ്യേഷ്ഠത്തിയെ ഓർമ്മ വരുന്നത് അതെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യണം. ആ കുട്ടിയെ അവൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടിട്ട് അതിലൂടെ അവൾക്ക് ജ്യേഷ്ഠത്തിയെ ഓർക്കാൻ കഴിയില്ല. മറിച്ച് അത് അവളുടെ കുട്ടിയായിട്ടുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിലുണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. മറിച്ച് വേറൊരാളെ ഭർത്താവായിട്ട്, അതും പ്രത്യേകിച്ച് ഈ വ്യക്തിത്വത്തെ, പിന്നെ അവൾ സ്നേഹിക്കുന്ന ആ പയ്യനും മനസ്സിൽ കിടക്കുന്നത് കൊണ്ടിട്ട് അവളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഇവിടെ മന്ദിരിച്ചൂതലോ ചരടുകെട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമഗ്രികൾ കൊടുക്കലോ അല്ല. ഒരു ഡോക്ടർ പറയുന്നത് പോലെ തന്നെ കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയുന്നുവോ അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പയ്യെ പയ്യെ അവളെ മാറ്റിക്കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാർക്ക് ഉപദേശങ്ങൾ കൊടുത്ത പ്രകാരം അവരതനുസരിച്ചെല്ലാം പ്രവർത്തിച്ചപ്പോൾ ആ പെൺകുട്ടി അതേ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പം അങ്ങനെയാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് നടന്നത്. ചാടിക്കേറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലും ഒന്നുമല്ല. അപ്പോൾ പല ആളുകളും പലതരത്തിൽ വന്നിട്ട് ഇവരെ അനുകരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, കൊലപാതകങ്ങൾ മുതൽ മറ്റിതര നരപരിമല ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആയി മാറുന്നതിൻ്റെ കാരണം പണമുണ്ടാക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചില വൃത്തികെട്ടവന്മാർ ചെയ്യുന്ന പണികളാണ്. അതിന് ഈ പാവങ്ങളെ, ഈ സൂഫികളെ അവർ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. ചില ആൾക്കാർ പറയും ഞാൻ മടവൂരിൻ്റെ ആളാണ്, മടവൂരെൻ്റെ കൂടെയുണ്ട്, മടവൂർ എന്നോടൊപ്പം സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയും. അവരെ കണ്ടിട്ട് പോലും ഇല്ല. അതാ രസം. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ കണ്ട ആളാണ്. അപ്പോൾ ഞാൻ കണ്ട, എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സൂഫിയെ തിരിച്ചറിയുക. സൂഫി ഒരിക്കലും ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നവനല്ല. പച്ചപ്പട്ടും പൊതിച്ച് തലയിൽ വലിയ കാട്ട പാണ്ഡവും കെട്ടി കയ്യിൽ കുറേ മോതിരവും ഇട്ട് കണ്ണിലൊക്കെ കുറേ സുറുമ എഴുതി ഇങ്ങനെ ഒരു തരം വിഭ്രാന്തിയിൽ നടക്കുന്നവരല്ല സൂഫികൾ. അതെല്ലാം പിശാചിൻ്റെ പട്ടികയിൽപ്പെട്ടവരാണ്. മടവൂർ ഷേഖ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഈ മടവൂരിനെ പരിഹസിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ അവരെ പരിഹസിക്കുന്ന, ഇവരൊന്നും മടവൂരിനെ കണ്ടിട്ടില്ല. മടവൂരിൻ്റെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ. കഥ കേട്ടാലേ നമുക്ക് പലതിനെയും വിലയിരുത്താം. ഇപ്പം ഈ പറയുന്ന എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനൊരു സിനിമാക്കാരനാണ്, ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ പറയുന്ന ആളാണ്. ഇപ്പോൾ അള്ളാഹിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഉത്തരം പറയും. ഞാൻ പറയുന്ന വിഷയം കാര്യമാണോ എന്ന് നോക്കിയാൽ മതി. ഞാൻ എന്താണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ലോകത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ പല പ്രവൃത്തികളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു നല്ല കാര്യം, നിങ്ങളിത് കേൾക്കാതിരിക്കേ, ജീവിതത്തിൽ പകർത്താതിരിക്കേ, കുറ്റം പറയുകയോ പറയാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ട അനുഭവങ്ങളും
അവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ ആഴങ്ങളൊക്കെ എന്നിലേക്ക് ഒന്നും കൂടി തറച്ചു കയറുകയാണ്. അതുകൊണ്ട് കുറേ സൂക്ഷ്മമായി ജീവിച്ചു പോകാനും ജീവിതത്തിൽ തെറ്റുകൾ വരാതിരിക്കാനും തെറ്റുകൾ വന്നാൽ തന്നെ അതിൽ നിന്ന് മറികടക്കാനും ഒക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ നമ്മളെ പരിവർത്തനം ചെയ്യുക, നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കുക, ഇതാണ് ജോലി. ഇവിടെ യുദ്ധം ചെയ്യലല്ല ജോലി, മറ്റുള്ള ജാതിക്കാരുടെ പുറകെ നടന്ന് കുറ്റം പറയലല്ല ജോലി. അതിനൊന്നും സമയമില്ല. നമ്മുടെ മുമ്പിൽ നിമിഷങ്ങളേ ഉള്ളൂ. കാരണം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം എന്താവും എന്ന് പറയാൻ പറ്റൂല. ഇപ്പം ഇന്നൊരു കല്ലടയുടെ ബസ് വന്ന് മറിഞ്ഞു, ഒരു ബൈക്കുകാരൻ ആണ് മരണപ്പെട്ടത്. ബസ് മറിഞ്ഞു, ബസ്സിലുള്ള ആരും മരിച്ചില്ല, അവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ വന്നു നിന്ന ഒരു ബൈക്കുകാരൻ മരിച്ചു, ഇടുക്കിക്കാരനായ ഒരു ക്രിസ്ത്യാനി. അപ്പോൾ അയാളുടെ തലയിലേക്ക് തന്നെ ഇത് മറിഞ്ഞു വീഴാനായിട്ട് ആര് തീരുമാനമെടുത്തു? അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? ബസ് ഡ്രൈവർ ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന്? അപ്പം ഇതൊക്കെയാണ് സൂഫികൾ പറയുന്നത്. നിന്റെ സമയം എന്ന് പറയുന്നത് നിന്റെ മുന്നിൽ എത്ര നേരം ഉണ്ടാകുമെന്ന് നിനക്ക് തന്നെ ഒരു ഉറപ്പില്ല. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ഉറപ്പിക്കാമെങ്കിൽ നിനക്ക് നിന്നെക്കുറിച്ചൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നിന്റെ സമയം നിന്റെ കയ്യിലില്ല. ബാക്കി എല്ലാ സമയങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാം, ഈ സമയം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വർഷങ്ങളും മാസങ്ങളൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല, നിമിഷങ്ങളേ ഉള്ളൂ. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പോലും നാളെ രാവിലെ ഇതേപോലെ പറയാനുണ്ടാകുമോ എന്ന് എനിക്കും ഉറപ്പില്ല. അപ്പം സ്വന്തമായി ഒരു ഉറപ്പില്ലാത്ത ജീവൻ ഉറപ്പില്ലാത്ത നമ്മളൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, വലിയ വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നത്, വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്, പരിഹസിക്കുന്നത്, തരം താഴ്ത്തുന്നത്. ആരെയാണ്? എല്ലാം മനുഷ്യർ തന്നെ. ഇപ്പോൾ ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും രണ്ട് കൂട്ടരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും പറയുന്നത് ആദം ഹവ്വ സന്തതികൾ എന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ തമ്മിലാണ് പരസ്പര അടി. ആ അടിയിൽ നിന്നെല്ലാം ഒളിച്ചോടിയവരാണ് സൂഫികൾ. അവർക്ക് ഒരു മതവുമില്ല, ആ മതക്കാരുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ഒന്നേ ഉള്ളൂ കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവത്തിൻ്റെ മതം അവർ നോക്കിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ മുഹിദ്ദീൻ റാത്തീബ് നടത്തുന്നത് കാണാം. അതൊക്കെ നേർച്ചകളായിട്ടാണ് നടത്തുന്നത് നമ്മൾ കണ്ടേക്കണത്. എന്താണ്? പ്രശ്നപരിഹാരത്തിനുള്ള ദിക്റുകളായിട്ട് അതിനെ ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ മൊയ്തീൻ ഷെയ്ഖിൻ്റെ അനുയായികൾ അവരോടുള്ള മുഹബത്ത് കൊണ്ടിട്ട് അവർ ചൊല്ലിയ ആ ദിക്റുകൾ അത് അവർക്കുള്ളതാണ്, അല്ലാണ്ട് എല്ലാവർക്കും ചെല്ലാനുള്ളതൊന്നുമല്ല. അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന, അവരെ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർക്ക് അത് നടത്താം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നേർച്ചയാണ്, എല്ലാം നേർച്ചകളാണ്. ഇതൊക്കെ തന്നെയാണ് പരിഹാസങ്ങൾക്കും മറ്റുള്ളതിനുമൊക്കെ കാരണമായത്. യഥാർത്ഥമായ രീതിയിലുള്ള കാര്യങ്ങൾ ആരും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്തു പോകാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വാളെടുക്കലല്ല, യുദ്ധം ചെയ്യലല്ല. അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് നടന്നു വന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഭരണഘടനാ അടിസ്ഥാനത്തിലാണ്. ഇന്ന് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരുണ്ട്, നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാരെങ്കിലും ഉപദ്രവിച്ചാൽ പോലീസ് സ്റ്റേഷനുണ്ട് പരാതിപ്പെടാൻ. നമ്മൾ പോയിട്ട് തല്ലേണ്ട കാര്യമില്ല, കൊല്ലേണ്ട കാര്യമില്ല. ഇനി അവിടെയും പരിഹാരം കിട്ടിയില്ലെങ്കിൽ കോടതിയുണ്ട്. അങ്ങനെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ ജീവിച്ചു പോകുന്നവരാണ് ഇന്നത്തെ സമുദായം. അപ്പോൾ ഏതോ ഒരു നൂറ്റാണ്ടിലെ വാളെടുക്കുന്ന കഥ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നിരീശ്വരവാദികളൊക്കെ ആ കാലഘട്ടത്തിന് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ട് ആർപ്പ് വിളിക്കുന്ന ചില ഒരറിവുമില്ലാത്ത വിവരദോഷികളെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. അവരുടെ വാക്ക് കേട്ട് ആർപ്പ് വിളി കാണുമ്പോൾ. എന്തിനാണ് നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുന്നത്? ക്രിസ്ത്യൻ സമുദായക്കാരും അതുപോലെ തന്നെ ഹിന്ദുക്കളും അവരെ കാഫിർ എന്ന് വിളിച്ചു. നിങ്ങളെ കാഫിർ എന്ന് വിളിച്ചാൽ നിങ്ങൾ കാഫിറാകുമോ? നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കൂടെയില്ലേ? ഞാൻ ശരിയല്ല എന്ന് ഒരാൾ എന്നെ നോക്കി പറഞ്ഞാൽ അയാൾ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ശരിയല്ലാതെ ആകുമോ? എൻ്റെ ഉറപ്പാണ് ഏറ്റവും വലുത്. അയാൾ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ അയാളെ തല്ലിയാൽ ഞാൻ ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തിരിച്ചു തല്ലിയാൽ അയാൾ ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ ശ്രമിക്കണം. എല്ലാവരെ പോലും അയാൾ നമ്മളെ തെറി പറഞ്ഞപ്പോൾ നമ്മളും തെറി പറഞ്ഞു, അയാൾ നമ്മളെ പരിഹസിച്ചപ്പോൾ നമ്മളും പരിഹസിച്ചു, അയാൾ നമ്മളെ കളിയാക്കിയപ്പോൾ നമ്മളും കളിയാക്കിയപ്പോൾ അയാളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറുപടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടികൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മറുപടികൾ പറയാം.
എന്നിട്ടും അവൻ ശരിയാകില്ലെങ്കിൽ പിന്നെ കണ്ണടച്ചേക്കുക, വിട്ടേക്കുക. അതുകൊണ്ടാണ് ഞാൻ ആരിഫ് ഹുസൈൻ്റെയൊക്കെ വിഷയങ്ങളൊക്കെ 1-2 ഭാഗങ്ങൾ സംസാരിച്ചു. ഇവരെന്തായാലും നന്നാക്കാൻ പോണില്ല. അപ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടി നമ്മളിറങ്ങിയിട്ടും കാര്യമില്ല. അവരവരുടെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ നമ്മുടെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. 2 സ്വഭാവങ്ങളും പോയി അസ്തമിക്കും ഒരിക്കൽ. ഇപ്പം ഇന്ന് ഒരു ന്യൂസ് കണ്ടു, ബാലുശ്ശേരി വലിയ വിഷമഘട്ടത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടു. ഒപ്പം തന്നെ APയുടെ ഏതോ ഒരു ശിഷ്യഗണം വന്നിട്ട് APയെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ തിക്താനുഭവം അനുഭവിക്കുന്നത് പോലെ. ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. മൂസാ നബിയെ പറഞ്ഞത് കൊണ്ടാണ് ഫറോവ മുങ്ങിച്ചത്തത്. ഇബ്രാഹിം നബിയെ ഉപദ്രവിച്ചത് കൊണ്ടാണ് നമ്രൂദ്. അങ്ങനെയല്ല, ഉപദ്രവിക്കണവർ ഉപദ്രവിച്ചോട്ടെ. നമ്മൾ മനസ്സിലാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. എല്ലാവർക്കും അവസാനമുണ്ട്, 2 കൂട്ടർക്കും മരണമുണ്ട്. 2 പേരും മരിക്കണം. എങ്ങനെ മരിക്കണം എന്നുള്ളൊരു തീരുമാനം അതാരോ എഴുതി വച്ചിരിക്കുകയാണ്, സ്ക്രിപ്റ്റ് തയ്യാറായി. നമ്മൾ തീരുമാനിച്ചതല്ല. പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എവിടെയും രക്ഷയില്ലാണ്ടാകുമ്പോൾ തൂങ്ങിച്ചാകുക എന്ന് പറയണം. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്ത കുരുത്തക്കേട് കൊണ്ട് പറ്റിയ കുഴപ്പമാണ്. എല്ലായിടത്തും രക്ഷയില്ല, അതുകൊണ്ട് ചാകാം. അത് നമ്മൾ വെച്ച് അല്ലാതെയുള്ള ഗെയിമാണിത്. ഈ ഗെയിമിൽ നന്മയും തിന്മയും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. അത് സ്വന്തം നെഫ്സിനോടാണ്, സ്വന്തം ശരീരത്തിലെ അഴുക്കുകളെ നീക്കം ചെയ്യാനുള്ള യുദ്ധമാണ്, അല്ലാതെ നാട്ടുകാരോടുള്ള യുദ്ധമല്ല. അതിനിവിടെ ആർക്കാ സമയം? രാവിലെ എണീച്ച് ജോലിക്ക് പോയി, ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ മക്കളെയൊക്കെ നോക്കി അവരുടെ കാര്യങ്ങൾ നടത്തി, അങ്ങനെ അത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ മതവും ദീനും ഒക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ കൊണ്ടുവന്ന് ഹീറോ ആകാൻ ശ്രമിക്കുന്നവർ അവർ ഹീറോ ആയിക്കോട്ടെ, നമ്മൾ അതുകൊണ്ട് സീറോ ആകാൻ പോകുന്നില്ല. കാരണം 0ൻ്റെ വില നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആരിഫ് ഹുസൈൻ ഒന്നാണ്, അയാൾക്ക് വിലയുണ്ട്. നമ്മൾ 0ആണ്, നമുക്ക് വിലയില്ല. പക്ഷെ അയാൾക്ക് 10 ആകണമെങ്കിൽ നമ്മൾ ചേരാണ്ട് പറ്റേയില്ല. അപ്പം അയാൾക്ക് 10 രൂപ കിട്ടുന്നത് നമ്മളെ കുറ്റം പറയാനുണ്ടായത് കൊണ്ട് തന്നെയാണ്. മറിച്ച് എല്ലാവരും നന്നായി പോയിരുന്നെങ്കിൽ ഇയാൾക്ക് യൂട്യൂബിലൂടെ വരുമാനം കിട്ടുമായിരുന്നോ? കുറ്റം പറയാനൊരു വിഭാഗം ഉണ്ടായത് കൊണ്ടല്ലേ ഇന്ന് ആരിഫ് ഹുസൈൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത്, ജാമിദ ടീച്ചർക്ക് പറയാൻ പറ്റുന്നത്, എല്ലാവർക്കും പറയാനായിട്ട് മറ്റൊരു വിഭാഗമുള്ളത് കൊണ്ടിട്ടല്ലേ. 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ 2 വിഭാഗമുണ്ടായത് കൊണ്ടിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ വിഭാഗമില്ലായിരുന്നെങ്കിൽ മനുഷ്യനൊക്കെ മന്ദബുദ്ധികളായി പോയേനെ. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അതങ്ങനെ കിടക്കും. നമ്മൾ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക, നമ്മൾ നെഗറ്റീവ് ആകേണ്ട കാര്യമില്ല. നെഗറ്റീവ് ആവണവർ നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ പോസിറ്റീവായി പോവുക. അപ്പം അതുകൊണ്ട് സൂഫികളെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ, സൂഫികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ, അല്ലാണ്ട് ഏറുവാടി ദർഗയിൽ നടക്കുന്ന പച്ചപ്പട്ട് വിരിക്കലും മയിൽപ്പീലി തടകലും ഒന്നുമല്ല. അതൊന്നും സൂഫികൾ കാണിച്ചിട്ടില്ല. അതൊക്കെ പിന്നീട് വന്ന ആചാരങ്ങളാണ്. അതൊക്കെ മനുഷ്യൻ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അവരൊന്ന് സമാധാനപ്പെടുത്തണം. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ്. നമ്മുടെ സ്ഥലത്ത് ഇറങ്ങിയാൽ പോരെ, ടിക്കറ്റ് എന്തിനാണ്? അല്ല, ഒരു ടിക്കറ്റും കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ എന്നതുപോലെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങാട് കിട്ടണം എന്ന് പറഞ്ഞതുപോലെ ഈ ദർഗയിലേക്ക് ചെന്ന് ഇങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അവിടെ പോയി നിന്നാൽ മാത്രം മതി, മനസ്സിലാക്കിയവൻ നിന്നാൽ മതി. അവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് പോരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും ഒരുപാട് ദർഗകളിലൊക്കെ പോകാറുണ്ട്, നമ്മളൊന്നും എടുത്തുകൊണ്ട് വരാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുക, മനസ്സുകൊണ്ട് അവരെ കാണുക, അവർ നമ്മളെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അൽഹംദുലില്ലാ, എല്ലാം ശരിയാകും. മറിച്ച് അവർ പറയണത് കേൾക്കാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റസീറ്റിൽ ചീട്ട് എഴുതണം. ഇപ്പോൾ ഭീമാപ്പള്ളിയിലൊക്കെ ചെന്നാലൊരു രസകരമായ സംഭവമുണ്ട്. അവിടെ ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ നിൽക്കണേന്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് പറയണേന്, അതെ ഇന്ന് നല്ല ദിവസമാണ്, ഈ മക്ബറയുടെ ഉള്ളിൽ കയറി സിയാറത്ത് ചെയ്യുക, ഒരു 3500 രൂപ കൊടുത്താൽ മതിയെന്ന്. 3500 രൂപ കൊടുത്താൽ മക്ബറയുടെ ഉള്ളിൽ കയറി സിയാറത്ത് ചെയ്യാം. മനസ്സിലാക്കണം, അവിടെ കർട്ടൻ ഇട്ട് വെച്ചാക്കണേന്. ഇടക്കിടക്ക് കർട്ടൻ തുറക്കും, കർട്ടൻ അടക്കും, കർട്ടൻ തുറക്കും, കർട്ടൻ അടക്കും. എന്തിനാണിതൊക്കെ? ഇതാരാണ്? ഭീമാ ബീവി പഠിപ്പിച്ചെന്ന കാര്യമാണ് അത്. ഭീമാ ബീവി ഉമ്മയല്ലേ?
എല്ലാവരുടെയും ഉമ്മയുടെ സ്ഥാനമല്ലേ? എല്ലാ മക്കൾക്കും അവരുടെ അടുക്കൽ നിൽക്കാനുള്ള അവകാശമില്ലേ? പക്ഷെ കമ്മിറ്റിക്കാർ പണം ഉണ്ടാക്കാൻ അവിടെ കാണിച്ച ഒരു തന്ത്രമാണ് എന്ത്? ഈ കർട്ടൻ വലി. അപ്പോൾ വരുന്ന ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കർട്ടൻ തുറക്കും. പണ്ട് സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോൾ, പത്മ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ മ്യൂസിക് ഇട്ടിട്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തിയേറ്ററിൽ പോകുമ്പോൾ ഈ കർട്ടൻ പൊങ്ങണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ കർട്ടൻ പ്രയോഗിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ പറയണേണ് 3500 രൂപ തന്നാൽ അതിൻ്റെ ഉള്ളിൽ പോയി. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഇത് തന്നെയല്ലേ ചെയ്യാനുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അയാൾ മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ 500 രൂപ അവിടെ സലാത്തിന് വേണ്ടി കൊടുത്തു, എന്നിട്ട് പോലും അവർ ആ ദേഷ്യത്തിന് കർട്ടൻ നീക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അല്ലെങ്കിൽ അതിന് മുമ്പ് ചെല്ലുമ്പോഴൊക്കെ 10 പ്രാവശ്യം കർട്ടൻ നീങ്ങുമായിരുന്നു. അന്ന് മനഃപൂർവ്വം കർട്ടൻ നീക്കിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് തെറ്റില്ല, പക്ഷെ ചില ആളുകളുടെ മനസ്സ് തെറ്റിപ്പോകും. അത്തരം ആളുകൾ തെറ്റി ഒരുപക്ഷെ ഈ ജമാഅത്ത് ഇസ്ലാമിലേക്കോ മുജാഹിദിലേക്കോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ അവർ വേഗം അതിലേക്ക് വീണു പോകും. പക്ഷേ എന്നെപ്പോലെയുള്ളവർ വീഴില്ല. എന്താ കാര്യം? മഹാന്മാരെ നമ്മൾ കണ്ടു, അവരെന്താണെന്ന് അറിഞ്ഞു, അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് എല്ലാ മശായിഖന്മാരുടെയും ഖബറിടങ്ങളിലേക്ക് നാം ചെല്ലുന്നത്. എന്താണ്? നല്ല റേഞ്ചുള്ളടത്ത് നിന്നാലാണ് നമ്മുടെ കയ്യിലെ മൊബൈൽ എടുത്ത് നമുക്കൊന്ന് വൃത്തിയായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പം അതുകൊണ്ട് റേഞ്ചുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ സാമീപ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലേ? നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ. ആരാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർക്കണേ, സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ. അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളറിയാതെ ഒരു കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിലേക്ക് നമ്മൾ എത്തപ്പെടും. പിന്നെ അവരുടെ തീച്ചൂളയിൽ കിടന്ന് നമ്മൾ ഉരുകും. ചിലരതിൽ നിന്ന് തെറിച്ചു പോകും, ചിലർ അതിൽ പിടിച്ചു നിൽക്കും. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല വിശ്വാസികളായ എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതത്തിൽ അവരവരുടെ അനുയായികളുണ്ട്, അവർക്ക് സന്ദേശം നൽകിയ അനുയായികളുണ്ട്. അവരെല്ലാവരും ദൈവത്തിൻ്റെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും ഈശ്വരനായ ഒരു സത്യത്തിൽ നിന്നുകൊണ്ട്, അതായത് അവരിഷ്ടപ്പെട്ട അവരുടെ ആത്മീയ ഗുരുക്കന്മാരായ ഈ നമുക്കെല്ലാം നന്മ പറഞ്ഞു തന്ന ഗുരുക്കന്മാരായ ഗുരുക്കളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.